ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാ ഞങ്ങൾ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ഇതാ നിറയെ മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഞങ്ങൾ താഴെ ഇവിടെ ഒരു അണക്കെട്ടുണ്ട്, അത് വീടിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം കേട്ടോ. അപ്പോൾ മഞ്ഞും ആ അണക്കെട്ടും കൂടിയൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന്മാർക്ക് സ്കൂളിൽ വിട്ട് ഞങ്ങളൊന്ന് കട വരെ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണമല്ലോ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, കടയിലോട്ട്. ഇതാണ് ഞങ്ങളുടെ പള്ളിക്കവല. അവിടെ കടയിലൊക്കെ പോയി ബ്രെഡും കുറച്ച് ക്യാബേജും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങളുടെ ആ വീട്ടിലോട്ട് പോയി. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. മഴ മാറി വെയിലായപ്പോൾ തന്നെ നല്ല ചൂടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി 2 ഉള്ളിവട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ കഴിച്ച് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളൊന്ന് വീടിൻ്റെ മേലെ പോയിട്ട്, അവിടെ എന്നും മയിൽ വരുന്ന സ്ഥലം. അപ്പോൾ മയിലിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങളങ്ങ് മേലോട്ട് കയറിപ്പോയി. അപ്പോൾ അവിടെ മയിലൊക്കെ പറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നല്ല തണലുണ്ടായിരുന്നു കേട്ടോ, നല്ല കാറ്റും. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ നോക്കിയപ്പോൾ നല്ല സ്ഥലം കാണാം കേട്ടോ. നല്ല ഭംഗിയാണ് അവിടെ നിന്ന് ഇങ്ങനെ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അവിടെ മലേൻ്റെ മുകളിൽ ഇങ്ങനെ മഞ്ഞും ആകാശവും ഒക്കെ കൂടെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരുന്നു. അങ്ങനത്തെ ഇതാട്ടോ ആ സ്ഥലം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കറികളൊക്കെ ആക്കണമായിരുന്നു. അങ്ങനത്തെ അടുത്തൊരു ചമ്മന്തി അയക്കാൻ വേണ്ടിയിട്ട് മേലെ ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നു. ആ മാങ്ങ എടുത്ത് വേറെ കുപ്പിയിലോട്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ കുപ്പിയൊക്കെ തുടച്ച് കുപ്പിയിലോട്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്താ ഞാൻ കുപ്പി തിരഞ്ഞ് നടക്കുകയാണ്, കുപ്പിയൊന്നും കാണുന്നില്ല. അങ്ങനത്തെ ഒരു കുപ്പി കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ മാങ്ങയൊക്കെ പെറുക്കി കുപ്പിയിലോട്ടാക്കി ഞാൻ ചമ്മന്തി അരയ്ക്കണം. അപ്പോൾ ഉപ്പിലിട്ട മാങ്ങ വെച്ചൊരു ചമ്മന്തിയും കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടി ചോറ് കഴിക്കാമെന്ന് ഓർത്തിട്ട് മാങ്ങ എടുത്ത് കുപ്പിയിലാക്കുന്നുണ്ട്. അങ്ങനെ അതെടുത്ത് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. 10 ദിവസങ്ങൾക്ക് ലീവെല്ലാം കഴിഞ്ഞ് അവന്മാർ സ്കൂളിൽ പോയപ്പോൾ ഞങ്ങൾ മാത്രമായിട്ടോ. അപ്പോൾ എന്തൊക്കെയോ പോലെ ഉണ്ടായിരുന്നു അവന്മാർ. ഇത്രനാൾ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോയപ്പം അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്നിട്ട് ഞങ്ങൾ അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ മാങ്ങയൊക്കെ എടുത്ത് ചമ്മന്തി അരക്കാൻ വേണ്ടി എടുത്ത് മാങ്ങ പിന്നെയും തിരിച്ച് കെട്ടി മേലെ വെക്കാനുള്ള പ്ലാനാണ് കേട്ടോ. മേലെ ബെർത്തിൻ്റെ അവിടെയാണ് വെച്ചേക്കുന്നത്, ഇങ്ങനെ ഉപ്പ് കേടായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തിരിച്ച് മേലെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്യാസിൻ്റെ പൊക്കത്ത് അവിടെ കയറിയിട്ട് വേണം മേലെ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കയറ്റി വെച്ച് ചമ്മന്തി അരച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടോ ഞങ്ങളുടെ ഒരു ദിവസം കടന്നു വന്നത്. എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്യും, പിന്നെ കുറച്ച് വർത്താനം പറഞ്ഞിരിക്കും. അവന്മാരില്ലാത്ത ദിവസങ്ങളിൽ ഏറെക്കുറെ അങ്ങനെ ഇട്ട എല്ലാ ദിവസങ്ങളും കുറച്ച് ചേച്ചി അവിടെ എന്തൊക്കെയോ പണി ചെയ്യുന്നുണ്ട്. അവൾക്ക് വൈകുന്നേരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കണമല്ലോ. വൈകുന്നേരം വരുമ്പോഴേക്കും നല്ല വിശന്നായിരിക്കും വരിക. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ അടുക്കളത്തെ പണികളൊക്കെ ചെയ്ത് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറൊക്കെ പ്ലേറ്റിലെടുത്ത് വരാന്തയിൽ പോയി ഇരുന്നിട്ട് ചോറ് കഴിക്കാനുണ്ട്. വരാന്തയിൽ പോയി ഇരുന്ന് ചോറ് കഴിക്കാൻ നല്ല ഭംഗിയാണ്. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നിട്ട്. അപ്പോൾ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ 3 കൂടെ ചോറെല്ലാം കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് വൈകുന്നേരത്തേക്കുള്ള പണി തുടങ്ങി കേട്ടോ. വൈകുന്നേരം അവന്മാർ വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണമെന്നുണ്ട്. ബ്രെഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഇന്നൊരു പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാമെന്ന് ഓർത്ത് അങ്ങനെ അതിനുള്ള പണിപ്പാടുകളൊക്കെ തുടങ്ങി. ഉള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് അതെല്ലാം മിക്സ് ചെയ്ത് അതും റെഡിയാക്കി അവന്മാരെ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ്. ടാറ്റാ.